യോഹന്നാന്റെ സുവിശേഷം 11:25. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഉയർത്തെഴുന്നേൽക്കുക എന്നത് ഒരു സംഭവമാണ്. മരിച്ച വ്യക്തികളുടെ ശരീരത്തോടെയുള്ള പുനരുത്ഥാനം സംഭവിക്കും എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഇവിടെ യേശു സ്വയം പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ ആ സംഭവത്തെ ഒരു വ്യക്തിയായി അവതരിപ്പിക്കുന്നു. ഇതെന്താണ് എന്ന് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. എന്നാൽ ഒരു ന്യായാധിപൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ കോടതിയുടെ ഉത്തരവ് എന്ന് പറയാറുള്ളത് പോലെയാണ് ഇത്. പുനരുത്ഥാനം സംഭവിക്കുന്നതിൻ്റെ പൂർണ്ണ പ്രവൃത്തി യേശുവിൻ്റെ നിയന്ത്രണത്തിലാണ്, അധികാരത്തിലാണ് എന്ന് ഇത് കാണിക്കുന്നു. കല്ലറകളിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് യേശു മുൻപ് പറഞ്ഞത് ഇതിനാലാണ്. ലാസറിന്റെ മരണം കഴിഞ്ഞ് 4 ദിവസത്തിന് ശേഷം യേശു തന്റെ കല്ലറയുടെ അടുക്കൽ വരുമ്പോഴാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. യോഹന്നാൻ യേശു ചെയ്ത അത്ഭുതങ്ങളെ അടയാളങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നതിനാൽ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് മുൻപ് നടത്തുന്ന ഈ പ്രഖ്യാപനം വളരെ പ്രാധാന്യമുള്ളതാണ്. പുനരുത്ഥാനവും ജീവനും താൻ തന്നെയാണെന്ന് വെറുതെ പറയാൻ വേറെയും പലർക്കും സാധിക്കും. എന്നാൽ ലാസറിനെ ഉയർപ്പിച്ചതിലൂടെ മരിച്ചവരെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരാൻ തനിക്ക് അധികാരം ഉണ്ട് എന്ന് യേശു തെളിയിച്ചു. 4-ാം ദിവസം ഒരു മനുഷ്യന് ഭൂമിയിൽ വീണ്ടും ജീവിക്കാൻ ജീവൻ തിരിച്ചു നൽകിയെങ്കിൽ ലോകത്തിലെ സകല മനുഷ്യരെയും ഒരു നാൾ ഉയർപ്പിക്കുമെന്ന് യേശു പ്രഖ്യാപിച്ചതും സംഭവിക്കും. എല്ലാവർക്കും ഉയർപ്പ് സംഭവിക്കുമെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഉയർപ്പ് വ്യത്യസ്തമാണ്. അത് തേജസ്സിലുള്ള ഉയർപ്പാണ്. ദൈവത്തോടൊപ്പം നിത്യത മുഴുവൻ വസിക്കാനുള്ള ഉയർപ്പാണ്. യേശുവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ദൈവിക ജീവൻ ഉണ്ടാകുന്നു. ഒരു പുതിയ ജനനം സംഭവിക്കുന്നു. ഈ ആത്മീയ ജനനം ദൈവരാജ്യത്തിലേക്കുള്ള പൗരത്വം കൂടെയാണ്. ദൈവത്തിന്റെ നിത്യരാജ്യത്തിൽ അവർ ക്രിസ്തുവിനോടൊത്ത് എന്നേക്കും പുനരുത്ഥാനം പ്രാപിച്ച് ജീവിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.